ഹലോ ഗൈസ്, നോമ്പായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാലോ. കുറച്ച് ചെറുപയർ പരിപ്പ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതൊന്ന് വറുത്തെടുക്കുകയാണ്. ഈ ഒരു വറവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. നാളികേരമൊക്കെ ഇവിടെ ചിരകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ഇനി ഒന്നാം പാലും രണ്ടാം പാലും ആയിട്ട് പിഴിഞ്ഞെടുക്കണം. പിന്നെ ഇതാ ഇവിടെ ശർക്കര കുറച്ചധികം ഉരുക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് കുക്കറിലോട്ട് ഇട്ടെടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിവിടെ ചെറുപയർ പരിപ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുപയർ പരിപ്പ് വേവിച്ചതും പിന്നെ ശർക്കര ഉരുക്കി അരിച്ച് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടി നന്നായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകിയത് പിഴിഞ്ഞെടുത്തിട്ടുള്ള രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ കുറുക്കി സെറ്റാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി സെറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഏലക്കായയും ചെറിയ ജീരകവും ചുക്കും കൂടി കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് പഞ്ചസാര ഇടുമ്പോൾ അതൊന്നുകൂടി നന്നായി പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായി കുറുക്കി സെറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അത് ആ ഒരു പാൽ ഒഴിക്കുമ്പോൾ കാണാൻ നല്ല ചേലുണ്ടല്ലേ. ആ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് കണ്ടപ്പോൾ ഏതാണ്ട് ഫ്രഷ് ക്രീം എടുത്ത് ഒഴിച്ച പോലൊരു ഫീല് തോന്നി. അങ്ങനെ നമുക്ക് നേരിയ ഫ്ലെയിമിൽ ഈ ഒരു പാലൊന്ന് ചൂടാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് വേറൊന്നുമില്ല, പായസത്തിൻ്റെ അവസാനത്തെ ഭാഗമായിട്ടുള്ള അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ വറുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ മുന്തിരി ഇടാം, ഞാൻ മുന്തിരി ഇട്ടിട്ടില്ല കേട്ടോ. ഇനി പായസം ഒന്ന് സെറ്റാവാനായിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ ദാ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിലിവിടെ അമ്മ പറയണ പോലെ നല്ല ചന്തള്ള പായസം അല്ലേ, ചില നേരത്ത് നല്ല ചന്തണ്ട് കാണാമെന്ന് പറയും. അപ്പോൾ ദാ നല്ല ചന്തള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ കാലാവസ്ഥ മാറി വരുന്നൊരു ടൈമാണ്. ചിലപ്പോൾ മഴയായിരിക്കും, ചൂടായിരിക്കും, വെയിലായിരിക്കും. ഇപ്പോൾ ഇവിടെ നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ നല്ല മഴയുള്ള സമയമാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കുക. ഇപ്പോഴാണെങ്കിൽ 2-3 ദിവസമായിട്ട് ഒടുക്കത്തെ മഴയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മഴയുള്ള സമയത്ത് നമ്മുടെ മനസ്സിലെല്ലാവരുടെയും മനസ്സിൽ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം, അപകടങ്ങളൊന്നും ഉണ്ടാവല്ലേ എന്ന്. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ കഴിക്കാൻ പൂതി തോന്നുന്ന ചില റെസിപ്പീസായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്